ജ്വല്ലറി ഗ്രൂപ്പിന്റെ അടൂർ ശാഖയിലെ പരിശോധനയിൽ 2012-14 കാലയളവിൽ 200 കോടി രൂപയുടെ വിൽപ്പന നടന്നതായി വാണിജ്യനികുതി ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ശാഖകളുടെ വിൽപ്പന കൂടി ഉൾപ്പെട്ടതിനാലാണ് ഇത്രയും വലിയ തുക ആയതെന്നും 60 കോടിയിൽ താഴെയാണ് ശരിയായ വിൽപ്പനയെന്നും ജ്വല്ലറി വിശദീകരണം നൽകി. ഈ വിശദീകരണം മുഖവിലയ്ക്കെടുത്ത് 60 കോടി രൂപയ്ക്ക് നികുതി കണക്കാക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. ജ്വല്ലറിയുടെ വിശദീകരണത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ നടത്തിയ നടപടിയിലൂടെ നികുതി വെട്ടിപ്പിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നികുതി സെക്രട്ടറിയുടെയും വാണിജ്യ നികുതി വകുപ്പ് കമ്മീഷണറുടെയും പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് സസ്പെൻഷന് നിർദ്ദേശം നൽകിയത്. ഡെപ്യൂട്ടി കമ്മീഷണർമാരായ അനിൽകുമാർ, സുജിത, സതീഷ്, ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ നിസാർ, ലെനിൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. വിശദമായ അന്വേഷണം നടത്തി ഓരോ ഉദ്യോഗസ്ഥരുടെയും പങ്ക് കണ്ടെത്താൻ നികുതി സെക്രട്ടറിയോട് ധനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസ് വിജിലൻസിന് വിടണമോ എന്നടക്കം നികുതി സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. നികുതി വെട്ടിപ്പ് അനുവദിക്കില്ലെന്നും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സന്ദേശമാണ് ധനമന്ത്രി ഈ നടപടിയിലൂടെ നൽകുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.